ഹലോ, ഇന്ന് ജൂലൈ 24 വ്യാഴാഴ്ച, കറുത്തവാവ്. അല്ലെങ്കിൽ കർക്കിടകവാവ്. കർക്കിടകവാവ് അല്ലെങ്കിൽ ബലിയിടൽ എന്നാണ് പറയുക. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം മരിച്ചുപോയ പിതൃക്കൾക്കായി ബലിയിടുന്ന ചടങ്ങാണ് കർക്കിടകവാവ്. ഇതിനെ പിതൃതർപ്പണം എന്നും പറയാറുണ്ട്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആശ്വാസവും ശാന്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുമെന്നും അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. തലേ ദിവസം മുതൽ ബലി ദിവസം വരെ വ്രതമെടുത്ത് പിറ്റേന്ന് പുലർച്ചെ കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ചുപോയ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് അവരെ സങ്കല്പിച്ചു വേണം ബലിയിടാൻ. എള്ള്, ഉണക്കലരി, ദർഭ, കറുക, തുളസി, ചന്ദനം, വാഴയില എന്നിവയാണ് പ്രധാന ബലിവസ്തുക്കൾ. തീരത്തോ ക്ഷേത്രക്കുളക്കടവുകളിലോ ആണ് സാധാരണയായി ബലിയിടുന്നത്. ബലിയിട്ട ശേഷം കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നതും ഈ ചടങ്ങിൽ ഉൾപ്പെടുന്നു. വളരെ കാലം മുമ്പ് മരിച്ചുപോയ ആത്മാക്കൾക്ക് അവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കാൻ അനുവാദമുണ്ടാകുമെന്നും മറ്റൊരു ദിവസമില്ലെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം കുടുംബാംഗങ്ങൾ അവർക്ക് ഭക്ഷണവും പ്രാർത്ഥനയും അർപ്പിക്കണം. ഭക്ഷണമെന്ന് പറയുന്നത് ചൂടുചോറും ഉപ്പിടാത്ത ദോശയും കോഴിക്കറിയുമാണ്. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്നെ ചൂടോടെ വെച്ച് പൂജ കഴിക്കുന്നു. വ്രതശുദ്ധിയോടെ വേണം ഇത് ചെയ്യാൻ. പൂജ കഴിഞ്ഞ് എല്ലാവരും പൂക്കൾ അർപ്പിച്ച ശേഷം കുറച്ചുനേരം വാതിൽ അടച്ചു വയ്ക്കുന്നു. ആ സമയം അവർ വന്ന് കഴിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ശേഷം പൂജയ്ക്ക് വെച്ച ദോശയും ചോറും ചിക്കൻ കറിയും എല്ലാം തന്നെ മിക്സ് ചെയ്ത് പ്രസാദമായി എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നു.
ഇട്ടുകൊടുത്ത ഒരു ഇലയിലെ ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കുന്നു. ബലിയിട്ട ശേഷം അത് ബലിക്കാക്ക എടുത്തു കഴിഞ്ഞാൽ പൂർവികർ പ്രസാദിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ബലിക്കാക്കയുടെ രൂപത്തിൽ പൂർവികർ ബലി സ്വീകരിക്കാൻ വരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. സാധാരണയായി കാണപ്പെടുന്ന 2 തരം കാക്കകളിൽ വലിയ കാക്കയാണ് ബലിക്കാക്ക.